ജില്ലയിലെ പ്രകൃതി രമണീയമായ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സ്ഥാപനം 2011 ആരംഭിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ 7 വിഭാഗങ്ങളിലുള്ള എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പം സമഗ്ര മേഖലയിലുള്ള വ്യക്തിത്വ വികസനത്തിനും നൈപുണ്യ പാടവത്തിനും വേണ്ട രീതിയിൽ പരിശീലനം ലഭ്യമാണ്. നമസ്കാരം. കലാലയങ്ങളിലൂടെ എന്ന പരിപാടി തുടരുകയാണ്. ഞാൻ റൻസോയി, എന്നോടൊപ്പം വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ അനു കെജെ. നമുക്കറിയാം, വിസാറ്റ് കോളേജ് സ്ഥാപിതമായത് 2011 പിന്നീട് അങ്ങോട്ട് വിജയത്തിന്റെ നീണ്ട പതിറ്റാണ്ടുകൾ. ഞാൻ ഇവിടെ വന്നപ്പോൾ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഈ വർഷത്തെ അക്കാദമിക് ഇയറിന്റെ പ്രവേശന ഉത്സവം നടക്കുകയായിരുന്നു. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ മജിസാർ. ആ സാറ് പറയുകയുണ്ടായി, നമ്മളൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, യുവതലമുറയുടെ പ്രതീക്ഷയും നാളെയുടെ വാഗ്ദാനങ്ങളുമാണ്. നമുക്കൊരു എയിം ഉണ്ടാകണം. അദ്ദേഹം സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: മാതാപിതാക്കൾ നമ്മളെ ഈ കോളേജിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടുന്ന് അത് നടപ്പിലാക്കിക്കൊണ്ട് ആഗ്രഹം സാധിച്ചെടുത്തുകൊണ്ട് നല്ല നിലയിലെത്തുമ്പോൾ ഈ അധ്യാപകർക്കും എന്നോടൊപ്പം നിൽക്കുന്ന ഈ പ്രിൻസിപ്പലിന് മാത്രമല്ല വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഓരോ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും അത് സന്തോഷിക്കുവാൻ ഇടം നൽകും. ഞാൻ വിസാറ്റിനെ അടുത്തറിയുന്നത് ഞാൻ കുട്ടിക്കാലം വലിയ കോളേജിൽ പഠിച്ചപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് അവിടെ നിന്ന് പഠനം നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് ഞാൻ രാമപുരം കോളേജിലേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് എന്നെ ഇപ്പം നിങ്ങളുടെ ഇവിടെ മെയിൻ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ജോസഫ് സാറ് എനിക്ക് അഡ്മിഷൻ തന്നത്. അതൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ജോസഫ് സാറ് ശാന്തി സാറുമായിട്ട് രാമപുരം കോളേജിലെ ആ ബന്ധമാണ് നിങ്ങളുടെ കോളേജിനെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞത്. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ആ സാർ എന്നോട് പറയുകയാണ്, ഇതൊരു കലാലയത്തിന്റെ അന്തരീക്ഷമല്ല, മറിച്ച് ഒരു വീടിന്റെ അന്തരീക്ഷമാണ്. അപ്പോൾ ഞാൻ ആ സാറിനോട് ചോദിച്ചു, എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? നല്ല രീതിയിലുള്ള ഇടപെടൽ, കുട്ടികൾ അധികം ബഹളമില്ല, വഴക്കില്ല, നല്ല രീതിയിലുള്ള സഹകരണം. അത് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായിട്ടാണ്, ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കടുത്തുരുത്തിയിൽ MLA എക്സലൻസ് അവാർഡ് സംഘടിപ്പിച്ചപ്പോൾ 3 കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കാമെന്ന് വളരെ നല്ല കാര്യമാണ്. എന്താണ് ഈ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്രിൻസിപ്പളായി ജോലി ചെയ്യുമ്പോൾ സാറിന്റെ ഒരു വിഷൻ, സാറിന്റെ ഒരു കാഴ്ചപ്പാട്, അത് എന്താണ്? നമ്മുടെ കലാലയത്തില് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജില് അതുപോലെ തന്നെ 2 കോളേജുകളാണ് നമ്മുടെ ഈ ക്യാമ്പസിനകത്തുള്ളത്. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും. ഈ 2 കോളേജിന്റെയും ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ രാജു കുര്യൻ, ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് വിദേശങ്ങളിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ അല്ലെങ്കിൽ വീക്ഷണം എന്ന് പറയുന്നതാണ് ഈ കോളേജിന്റെ ഒരു വിഷൻ. ഈ കോളേജിലെ എല്ലാവരുടെയും, അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആ ഒരു വിഷൻ, ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ അതില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റും ഒന്നായാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവരുടെ സാമൂഹികമായോ വിദ്യാർത്ഥി ലെവലിലോ കുടുംബത്തിലോ ഒക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണയായിട്ട് കുട്ടികൾക്ക് സംഭവിക്കാറുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിവിടെ ഒരു മെന്ററിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. എല്ലാ കുട്ടികൾക്കും ഓരോ അധ്യാപകരും മെന്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവര് ആ അധ്യാപകരുമായിട്ട് സംസാരിക്കുകയും ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ അതോടെ സോൾവ് ചെയ്യണം. ഇപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ വരാം. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഹയർ അതോറിറ്റിയിലേക്ക് വരികയും ഈ നമ്മുടെ പരിധിയിൽ നിൽക്കാത്തത് കൗൺസിലേഴ്സ്, പുറത്തുള്ള കൗൺസിലേഴ്സിനെ വെച്ച് ഞങ്ങൾ സോൾവ് ചെയ്യുന്ന ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്, ഇവിടെ ഒരു 74 വയസ്സുള്ള തങ്കമേടത്തിൽ ബികോം ഓണേഴ്സിന് ചേർന്നു, അല്ലെ ഓണർ കോഴ്സിന് ചേർന്നു, അല്ലെ ബികോം ഓണേഴ്സ് കോഴ്സിന്. നമ്മൾ അവസരം കണ്ടെത്തണം, നമ്മളെ തേടി അവസരം വരികയില്ല, അല്ലെ? അതാണ് തോന്നുന്നു തങ്കമ്മച്ചേച്ചിയോട് ഞാൻ സംസാരിച്ചിരുന്നു ഇന്ന് ഈ ഫംഗ്ഷൻ നടന്നപ്പോൾ. അപ്പോൾ തങ്കമ്മച്ചേച്ചി എന്നോട് പറയുകയുണ്ടായി, അതൊരു വഴികാട്ടിയായി മാറുകയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ
എന്നെ മാതൃകയാക്കാൻ ഇനി അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ, തലമുറയിൽ അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ കടന്നു വരട്ടെ എന്നാണ് അവർ സന്തോഷം. എലഞ്ഞി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ, സ്വാഗതം സാർ. നമസ്കാരം. എനിക്കറിയാം, ഞാൻ ഈ കലാലയത്തെ കുറിച്ച് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. ഒന്ന് അനൂപ് സാറ്, രണ്ട് ദിലീപ് സാറ്. ഇവർ രണ്ടുപേരും നല്ല നല്ല ആശയങ്ങൾ പങ്കുവച്ചു. ഇവർ ഹൈലൈറ്റ് ചെയ്തു പറഞ്ഞ പോയിന്റ്, ചെയർമാൻ, നിങ്ങളുടെ ചെയർമാൻ ഡോക്ടർ രാജു കുര്യൻ സാറിന്റെ വീക്ഷണം, ആ വീക്ഷണത്തോട് ഒപ്പം ചേർന്ന് നിങ്ങളും പ്രവർത്തിക്കുന്നു. ഈ ഫീൽഡില് ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇതിനു മുമ്പ് മറ്റ് കോളേജുകളിലൊക്കെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ച ആൾ കൂടിയാണ്. വിസാറ്റ് കോളേജിലേക്ക് വരുമ്പോൾ ഓരോ കോളേജിനും അതിൻ്റെതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, സ്റ്റൈല്, സ്ട്രാറ്റജി ഇവയൊക്കെ ഉണ്ടാവും. എന്താണ് ഈ അവസരത്തിൽ പ്രേക്ഷകരോടും ജനങ്ങളോടും, ഇത് കാണുന്ന, അതായത് അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മറ്റാളുകളുണ്ട്, അവരോടൊക്കെ പറയാം? വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഭാഗമാണ് വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇത് രണ്ടും, എഞ്ചിനീയറിംഗ് കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും, ബഹുമാനപ്പെട്ട രാജു കുര്യൻ സാറിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള രണ്ട് കോളേജുകളാണ്. അദ്ദേഹം ഒരു വലിയ വ്യവസായി എന്നത് കൂടാതെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ്. CMS കോളേജിലാണ് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. തുടർന്ന് അദ്ദേഹം ബിസിനസ്സിലേക്ക് കടക്കുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹ പ്രകാരമാണ് ഒരു വിദ്യാഭ്യാസ രംഗത്തും ഒരു മുന്നേറ്റം വരണം എന്ന് വിചാരിച്ചിട്ട് ഈ കൂരുമലയ്ക്കടുത്തുള്ള ഈ സ്ഥലത്ത് രണ്ട് കോളേജുകൾ തുടങ്ങി. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ 2022 ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതിനു മുമ്പ് വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. 7 വർഷം ഞാനവിടെ പ്രിൻസിപ്പലായിരുന്നു. ഞാൻ അവിടെയാണ്, എയ്ഡഡ് കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷമാണ് ഇവിടെ പ്രിൻസിപ്പലായിട്ട് ചുമതലയെടുക്കുന്നത്. ഈ 2022 ഈ കോളേജ് തുടങ്ങിയത്. 9 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ കോളേജിൽ ഇപ്പം ഈ വർഷമാകുമ്പോൾ 150-160 മുകളിൽ കുട്ടികളുണ്ടാവും. കാരണം ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നല്ല റിസൾട്ട്, ഏറ്റവും നല്ല അധ്യാപകർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ നല്ല പ്ലേസ്മെന്റ് സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് വിസാറ്റ് മുന്നേറുന്നത്. ചെയർമാന്റെ നേതൃത്വത്തിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, അതിൽ സന്തോഷമുണ്ട്. നന്നായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നന്നായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കും. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ റിപ്പോർട്ട് ചെയ്തു, എൻ്റെ നാടാണ് പാല, ചേർപ്പുകലാണ് എൻ്റെ സ്വദേശം. അപ്പം ഞാൻ ഈ ബ്രില്യൻറ്റിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IIITയുടെ ഡോക്യുമെന്ററി തന്നെ ഇറക്കിയിട്ടുണ്ട്. ചേർപ്പങ്കൽ കോളേജിന്റെ വാർത്ത ചെയ്തിട്ടുണ്ട്. രാമപുരം കോളേജിന്റെ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷേ പാലായിൽ നിന്ന് വിട്ടുമാറിയാണ് എലഞ്ഞി എന്ന സാർ. പാല ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. 2011 തുടങ്ങിയ ഈ കോളേജ് ഇവിടെ നിന്ന് മുന്നേറുമ്പോൾ 14 വർഷമായിട്ട് വിജയത്തിന്റെ പതിറ്റാണ്ടുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അസൂയാവഹമായ നേട്ടങ്ങൾക്കാണ് ഈ കലാലയം സാക്ഷ്യം വഹിച്ചത്. 74 വയസ്സുള്ള തങ്കം മേടത്തി ഇവിടെ ഡിഗ്രിക്ക് ചേർന്ന് ചരിത്രം തിരുത്തി കുറിച്ച കോളേജാണിത്. ഇത് ഒരു സ്ഥലത്ത് മാത്രം പോലെയല്ല, ഇതും ഇവിടെ നിന്ന് വളരുന്ന ഒരു ഹബ്ബായി മാറ്റാൻ, അതായത് കൂടുതൽ കോളേജുകൾ, പലതരത്തിലുള്ള കോളേജുകൾ ഒക്കെ തുടങ്ങുവാൻ നിങ്ങൾക്കൊരു ടീമില്ലേ? അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഇപ്പോൾ ഒറ്റപ്പെട്ട കോളേജുകൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഹബ്ബുകളാണ്. എല്ലാ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു ക്ലസ്റ്റർ കോളേജസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളാണ് കൂടുതലായിട്ടും നമ്മൾ നോക്കുന്നത്. അതുപോലെ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമുക്ക് ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചെയർമാൻ പറയുന്നത് അടുത്ത വർഷം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് ഇൻടേക്ക് എടുക്കത്തക്ക രീതിയിൽ നമ്മളൊരു പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ട് തുടങ്ങാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഇൻടേക്ക് എടുക്കാൻ പോകാതിരുന്നത്. അപ്പം അങ്ങനെ ചെയർമാന്റെ മനസ്സിൽ കൃത്യമായ വിഷൻ ഉണ്ട്. ഇവിടെ വന്നാൽ ഒരു +2 കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥിക്ക് ഏത് തരത്തിലുള്ള കോഴ്സും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, ജോലി കിട്ടുന്ന എല്ലാത്തരം പ്രോഗ്രാമുകളും ഇവിടെ തുടങ്ങാൻ ബഹുമാനപ്പെട്ട ചെയർമാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് സമീപഭാവിയിൽ തന്നെ തുടങ്ങുകയും ചെയ്യും. കുട്ടികൾക്ക് അഭിരുചിയായ കോഴ്സ് തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അത് മാത്രം പോരാ, നമുക്കറിയാം, കാലം പുരോഗമിച്ചു. ഇപ്പോൾ കുട്ടികളൊക്കെ ലഹരിക്ക് പിന്നിലും
അതുപോലെ തന്നെ മറ്റ് ഇതിനൊക്കെ അതിനൊക്കെ കടക്കണ്ട, അതിൻ്റെയൊക്കെ പുറകെ പോവുകയാണ്. ഈ അവസരത്തിൽ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, മറ്റാളുകൾക്ക് കൊടുക്കാൻ ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ്, എന്ത് കാഴ്ചപ്പാടാണ് സാറിനുള്ളത്? ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്കും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് അനുസരിച്ച് തന്നെ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. അതിനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളെല്ലാം ഈ +2 കഴിഞ്ഞ് വിദേശത്തേക്ക് ചേക്കേറുന്ന ഒരു രീതി അത് മാറ്റണം. നമ്മളിവിടെ തന്നെ ഒരു ഡിഗ്രി തലത്തിലെങ്കിലും പഠിച്ച ശേഷം വേണം അവർ ഉയർന്ന കോഴ്സുകൾ പഠിക്കാൻ വിദേശത്തേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകേണ്ടത്. ഏത് കാര്യം പഠിച്ചാലും ഇപ്പം നമുക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ കിട്ടും. അപ്പോൾ ഏത് കോഴ്സ് പഠിച്ചാലും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ NBTEL പോലെയുള്ള MHRDയുടെ കീഴിൽ ധാരാളം കോഴ്സുകൾ ഒരേ സമയം ചെയ്യാം. 7 IITകളും ഒരു IISc ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്ന് നടത്തുന്നതാണ്. ആയിരക്കണക്കിന് കോഴ്സുകൾ അതിനകത്തുണ്ട്. ഏത് തരത്തിലുള്ള കോഴ്സും IIT സർട്ടിഫിക്കേഷനോട് പാസ്സാകാൻ പഠിക്കാനുള്ള അവസരം കുട്ടികൾക്കുണ്ട്. ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക, അധ്യാപകർക്ക് കൊടുക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അനൂപ് സാറും സാം സാറും ഞാനൊക്കെ ഈ പറയുന്ന NBTEL കോഴ്സ് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ അധ്യാപകരായിട്ടിരിക്കുമ്പോഴത്തേക്ക് പുതിയ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നു. ഞാൻ AI-യിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ടെക്നോളജി ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഫിസിക്സ് ആണ്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട, ഞാൻ അത്തരം ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പം മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ഫിസിയോളജി. അപ്പോൾ പണ്ട് ഡോക്ടർമാർക്ക് പഠിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് മെഡിസിനെ കുറിച്ച് പഠിക്കണോ അത് പഠിക്കാം. എന്തും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിന് ഒന്ന് നമ്മൾ ദിശാബോധം കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ കടമ. ഡോക്ടർ രാജു മാവുങ്കൽ സാറാണ് എന്നോട് ആശയങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ കുട്ടികളോട്, ഈ വീഡിയോ കാണുന്നവരോട് പങ്കുവച്ചത്. അത് എന്തൊക്കെയാണ് ഞാൻ ചോദിച്ചതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? കുട്ടികളുടെ അഭിരുചി, അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കൂടാതെ അദ്ദേഹം വിസാറ്റിന്റെ വളർച്ചയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി. അത് മാത്രമല്ല, കുട്ടികളെ അഭിരുചിക്കുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക. അങ്ങനെ പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഏത് കോഴ്സും പഠിക്കുവാനുള്ള അവസരം ഇന്നിന്റെ സാഹചര്യത്തിൽ ഉണ്ട്. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് അത്ര ഗ്രാഹ്യമല്ലായിരിക്കാം. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, ഏത് കോഴ്സും പഠിക്കാനുള്ള സാഹചര്യം ഇന്നുണ്ട്. ഡോക്ടർമാരുടെ കോഴ്സ് പണ്ട് കാലത്ത് പഠിക്കാൻ ഡോക്ടർക്ക് മാത്രമേ പറ്റുക ഉള്ളൂ എങ്കിൽ ഇന്നത് പഠിക്കാൻ മറ്റുള്ളവർക്കും കഴിയുമെന്നാണ് ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള പ്രിൻസിപ്പൽ കൂടിയായ സാറ് പങ്കുവച്ചത്. സാറിന്റെ പ്രതികരണത്തിന് നന്ദി. ഈ കലാലയത്തിൽ കഴിവുള്ള നല്ല അധ്യാപകരുണ്ട്, കളരിയായിട്ടും യോഗയായിട്ടും ഒക്കെ. ഇപ്പോൾ എന്നോടൊപ്പം ഈ കലാലയത്തിലെ യോഗ അധ്യാപകനായ റോൺ ജോയിയാണ്. സാറേ നമസ്കാരം. നമസ്കാരം സർ. ഒരു യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു ജീവിതചര്യയുടെ അത് അഭ്യസിക്കുന്നവർക്കറിയാം, അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. കാരണം യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ ഉണ്ടാകുന്നു, അതുകൊണ്ട് നമ്മുടെ മൈൻഡ് കൂളാകുന്നു. അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. സാറിന്റെ ഒരു അനുഭവം, ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ രീതികൾ, മറ്റ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഒന്ന്, ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുന്നു, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക്, ബോഡി സ്ട്രക്ചറിനൊക്കെ വരുന്നു. പിന്നെ വരുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷനോട് നമുക്കിവിടെ ഇപ്പോൾ കുട്ടികൾക്ക്, ഇപ്പോൾ നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ആർട്സ് സയൻസ് കുട്ടികളും ഉണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഇവരിപ്പോൾ ഒത്തിരി സ്ട്രെസ് ഡീൽ ചെയ്യുന്നുണ്ട്. KTUവിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഇവർക്ക് നന്നായിട്ടാണ് ഇവർ കുട്ടികൾ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ യോഗയിൽ? പിന്നെ കുട്ടികൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ആണ്. ഇതിന്റെ ടൈമിങ് നമുക്ക് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് രാവിലെ 7 മണി, സൺറൈസും സൺസെറ്റുമാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ടൈം, മെഡിറ്റേഷനും മറ്റ് യോഗാഭ്യാസങ്ങളും ചെയ്യുന്നതിന് വേണ്ടി. എത്ര മണിക്കൂറാണ് ഇവർക്ക് വേണ്ടി സാർ ചെലവഴിക്കുന്നത്? നമുക്കിപ്പോൾ അലോട്ട് ചെയ്ത് വരുന്നത് ആഴ്ചയിൽ എല്ലാ കുട്ടികളെയും നമ്മൾ 1/2 മണിക്കൂർ വന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളായിട്ട് ഇൻസ്ട്രക്ട് ചെയ്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. ബാക്കി അവർ തന്നെ ഹോസ്റ്റലിലും വീടുകളിലും നിന്ന് ചെയ്യുന്നുണ്ട്. സാറിന്റെ എൻ്റെ ഒരു ചെറിയ ഇതെന്നേ ഉള്ളൂ, ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. നമുക്കറിയാം, ഒരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. പ്രവേശനോത്സവം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തു.
പുതിയ കുട്ടികൾ ധാരാളം എത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ധാരാളം കുട്ടികൾ അവരുടെ ലഗേജൊക്കെ ആയിട്ട് അവർ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. കുട്ടികളെ കൂടുതൽ ഈ യോഗയിലേക്ക് കൊണ്ടുവരാൻ സാറിന് കഴിയണം അല്ലെ? അതെ അതായിരിക്കും സാറിന് അല്ലെ? അതെ കാരണം സാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതെ അങ്ങനെ ചിന്തിച്ചാലോ നമ്മൾക്ക് കോളേജിനും സാറിനും സാർ ചെയ്യുന്ന ജോലിക്കും വളർച്ച ഉണ്ടാകുന്നുണ്ട് അല്ലെ? അപ്പൊ പുതിയ കുട്ടികൾ കടന്നു വരികയാണ് ഇങ്ങോട്ട്. സാർ എന്താണ് സാറിന്റെ ഈ അധ്യയന വർഷത്തിലെ ഒരു വിഷൻ യോഗയുമായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പം നമ്മൾ കഴിഞ്ഞ ജൂൺ 21 നമ്മൾ വേൾഡ് ഇന്റർനാഷണൽ യോഗ ഡേ ആചരിച്ചു. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് യോഗ ഫോർ വൺ ഹെൽത്ത് വൺ എർത്ത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണങ്ങിച്ചേരുവാനായിട്ടുള്ള ഒരു മെത്തേഡാണ്, അല്ലെ ഒരു മീഡിയമാണ് യോഗ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ നമുക്ക് എന്തോരം അറിയാൻ മാത്രം സാധിക്കുന്നു, അങ്ങനെ പ്രകൃതിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മൾ സ്വീകരിക്കുന്നു. രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി, നെഗറ്റീവ് എയർ എല്ലാം നമ്മൾ എക്സൈൽ ചെയ്ത് കളയുന്നു. പ്രകൃതിയിൽ നിന്നും ഫ്രഷ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മൾ ഡെയിലി അക്വയർ ചെയ്യുന്നു. അപ്പം അങ്ങനെ അതുവഴിയാണ് നമ്മൾ പറഞ്ഞത് കുട്ടികൾക്ക് ഓരോ ദിവസവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അവർക്ക് പഠിക്കേണ്ട പഠിത്തത്തിലുള്ള അവരുടെ ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ് റിലീഫും ഒക്കെ നടക്കുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. ഒരിക്കലും സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. സാറിന്റെ ജോലി നല്ല രീതിയിൽ മുന്നേറട്ടെ. ഈ അധ്യയന വർഷത്തിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. ഇപ്പോൾ എന്നോടൊപ്പം ഈ കലാലയത്തിൽ ഒരു കലയുണ്ട്. ആ കല പഠിപ്പിക്കുന്ന അധ്യാപികയുണ്ട്. അതാണ് രോഹിണി വിജയൻ. ഇവിടെ കളരി പഠിപ്പിക്കുകയാണ് ഈ മിസ്. അപ്പം വിശേഷങ്ങൾ അറിയാം. നമുക്ക് മിസ്സിനോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് മിസ് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് കളരി പഠിച്ചത്? കൈപ്പുഴ ചിറക്കൽ കളരിയിലെ രാജേഷ് ഗുരുക്കളാണ് എന്നെ കളരി പരിശീലിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയും വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. വനിതകൾ കൈവെക്കാത്ത മേഖല ഒന്നുമില്ല. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ കളരി പഠിക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങി? അങ്ങനെ പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നും ഇല്ല. കളരിപ്പയറ്റിനെ കുറിച്ച് കണ്ടു, പോയി ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്. ഇൻട്രസ്റ്റോട് കൂടി ജോയിൻ ചെയ്തതല്ല, പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് ശരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡ് ഞാനൊരു കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഇപ്പോൾ കളരിപ്പയറ്റ് അഭ്യസിക്കാനും അതോടൊപ്പം തന്നെ പരിശീലനം നൽകാനും ഒക്കെ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാനിവിടുത്തെ മെക്കാനിക്കൽ ഞാനിവിടുത്തെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടാണ് കളരിപ്പയറ്റ് അഭ്യസിക്കാനും അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു ഫീൽ എന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഇന്നത്തെ ഒരു തലമുറ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ യൂസേജ്, അതുകൊണ്ടുണ്ടാവുന്ന വയലൻസ്, പിന്നെ ഓവറായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ യൂസ്, അതുകൊണ്ടുണ്ടാകുന്ന മെമ്മറി ലോസ്, കോൺസെൻട്രേഷൻ കുറയുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ യുവതലമുറ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പഠനത്തിനോടൊപ്പം തന്നെ മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കളരിപ്പയറ്റ് മാത്രമല്ല അതുപോലെ ഇവിടെ യോഗയുടെ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിലൊരു സൊല്യൂഷൻ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാലും മിസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇതൊരു നല്ല ഒരു മോട്ടിവേഷനോട് കൂടി ഇതിനെ സ്വീകരിച്ചത് തികച്ചും അഭിനന്ദിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ എന്നോടൊപ്പം ഈ കോളേജിന്റെ സീനിയർ പ്രൊഫസർ BJ ജോസഫ് സാർ, അതോടൊപ്പം തന്നെ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ PRO ഷാജി സാർ. സ്വാഗതം. നമുക്കറിയാം 22 വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് രാമപുരം കോളേജിൽ അഡ്മിഷൻ തന്ന സാറാണ് BJ ജോസഫ് സാർ. അതോടൊപ്പം തന്നെ ഷാജി സാറിനെ ഞാൻ 22 വർഷമായി അടുത്തറിയുന്നു. ഒരു പരിപാടി ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഷാജി സാറുമായിട്ട് ഒരു അഭിമുഖം നടത്താനിടയായി. പാലായിലെ പ്രമുഖ നടി മിയ പങ്കെടുത്ത പരിപാടിയായിരുന്നു. ഓർമ്മ ഇന്റർനാഷണൽ സംഘടനയുടെ പ്രസംഗ മത്സരം ഗ്രാൻഡ് ഫിനാലെ പാലായിൽ വെച്ച് നടന്ന പ്രോഗ്രാമായിരുന്നു അത്. അന്ന് ഞാൻ ഷാജി സാറിനെ അഭിമുഖം നടത്തിയപ്പോൾ പറയുകയുണ്ടായി,
ഷാജി സാർ മികച്ച ഒരു സംഘാടകനാണ് എന്ന്. അതെ, അത് തന്നെയാണ്. ഈ ക്യാമ്പസുമായിട്ട് എനിക്ക് അധികം ബന്ധമില്ല, 2 തവണയേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. കാരണം ഇവിടെ പ്രോഗ്രാമുകൾക്ക് ഒരു പഞ്ഞമില്ല. അതായത് മികച്ച ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഈ എന്നോട് സംസാരിച്ച അനൂപ് സാറാകട്ടെ, അതുപോലെ തന്നെ ദിലീപ് സാറാകട്ടെ, രാജു മാവുങ്കൽ സാറാകട്ടെ, അവരൊക്കെ പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഒരു ടീം വർക്കായി പ്രവർത്തിക്കുന്ന കൊണ്ട് ആണ് എന്ന്. നമുക്കറിയാം, ഇവരോടൊക്കെ നമുക്ക് ഈ കോളേജിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ജോസഫ് സാറിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ജോസഫ് സാറിന്റെ പ്രതികരണം തേടാം. സാറിന് ഒരു രാമപുരം കഴിഞ്ഞ് കുറച്ച് നാൾ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. വീണ്ടും സാർ ആക്റ്റീവ് ആയിരിക്കുകയാണ്. സാറിന്റെ സ്വാഗത പ്രസംഗം തന്നെ ഞാനിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. സാറിന്റെ മനസ്സിനൊരു സന്തോഷം. കാരണം നമ്മളൊക്കെ ജോലി എടുത്തിട്ട് ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുകയില്ല. സാറ് നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. സാറിന് കുട്ടികളെ കാണുമ്പോൾ ഒരു സന്തോഷം, അവരുടെ ഭാവി നല്ല രീതിയിലാക്കുന്നതിൽ ഒരു സന്തോഷം. അപ്പൊ സാർ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം സാർ ഒരു എനർജി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് സാറെ പറയാൻ? അതൊരു അധ്യാപകന്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടോ നമ്മൾ ജോലി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ മുന്നേ വരുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നു, അവരെ എങ്ങനെ തൊഴിലിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് 3 പേർക്കെങ്കിലും താമസ് പ്ലേസ്മെന്റ് കൊടുത്തു വിടാനായിട്ട് നമുക്ക് സാധിച്ചത് നിശ്ചയമായും അതുകൊണ്ട് മാത്രമാണ്. അധ്യാപകന്റെ കമ്മിറ്റ്മെന്റാണ് തൊഴിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക, ജയിപ്പിക്കുക എന്നത് മാത്രമല്ല. സാറേ, നമുക്കറിയാം, സാറിനോട് ചോദിക്കാനുള്ളത് ഇതാണ്. അതായത് എന്നോട് സംസാരിച്ച മറ്റ് സാറുമാര് പറഞ്ഞു, തങ്കം മേടത്തിയെ കണ്ട് കാണുന്നു, തങ്കം മേടത്തിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നു, ദുബായ്ക്ക് തങ്കം മേടത്തിൽ പോയിരിക്കുന്നു. ഞാൻ പോലും പോയിട്ടില്ല ദുബായ്ക്ക്. അത് മാത്രമല്ല, ഫ്ലവേഴ്സിൽ പരിപാടി പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ, നിസ്തുലമായ സേവന തൽപരതയോടെയും അർപ്പണ മനോഭാവത്തോടും കൂടി സാർ സേവനമനുഷ്ഠിക്കുകയാണ്. സാറിന്റെ ഒരു ടീം അല്ലെങ്കിൽ പോലും ചെറിയൊരു ടീം സാറിന്റെ കൈത്താങ്ങായി ജോസഫ് സാറും കൂടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ കലാലയത്തിന് അതൊക്കെ ഒരു നേട്ടമായി മാറുകയാണ്. സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒരു ദൈവ നിയോഗമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ വരാൻ അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെയാണ്. പഴയ മാനേജർ പറഞ്ഞു, രാമപുരത്ത് നിന്ന് വിസാറ്റി പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ വിസാറ്റി വന്നു. അത് ജോസഫ് സാറും കൂടെ കൊണ്ടു വന്നപ്പോഴേക്കും നമുക്കൊരു എനർജിയായി. നമ്മളിവിടെ എനിക്ക് എല്ലാ സാഹചര്യങ്ങളും ഇങ്ങനെ ഒത്തുവരുവായി. തങ്കമഞ്ചേർത്തി വന്നു, അതുകൊണ്ട് തന്നെ പോലെ പ്ലേസ്മെന്റുകൾ വരുന്നു. ഇതെല്ലാം ഒരു ദൈവ നിയമം മടക്കി വന്നതാണ്. കേരളത്തിലെ എല്ലാ ചാനലുകളും അവരെ റിപ്പോർട്ട് ചെയ്തു. ഈയിടെ ഇംഗ്ലീഷ് പേപ്പറുകൾ തന്നെ അവരെ റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ ഒരു ചാനലുകാർ വന്ന് ഇന്നലെ പോയിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കോളേജിനെ മാർക്കറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം അത് നമ്മൾ പരമാവധി ഉപയോഗിച്ചു എന്നുള്ളതുള്ളൂ. ഈ അവസരത്തിൽ ഷാജി സാറിനെ കുറിച്ച് ഒരു കാര്യം പറയേണ്ട കാര്യമുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. കുറച്ച് വഴക്കൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് കുട്ടികളും അധ്യാപകരും തമ്മിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പോടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും സാറ് ചുമ്മാ ഇരിക്കുന്ന സമയമില്ലായിരുന്നു. ആഴ്ച പരിപാടി ചെയ്യുന്നത്. അപ്പൊ എനിക്കത് പറയാനും അവസരം കിട്ടി. കാരണം മുഖ്യമന്ത്രി വന്നപ്പോൾ പോലും ഞാൻ അവിടെ കോളേജിൽ അനൗൺസ് ചെയ്ത കാലം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ആ പ്രോഗ്രാം ഇവിടെ തുടരുകയാണ്. അത് രാമപുരത്തല്ല, ജില്ല മാറിയാന്നോ ഉള്ളൂ അല്ലെ? അത് തന്നെ ആവർത്തിക്കുകയാണ്. അത് തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തരുമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്റെ കഴിവുകൊണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ 2 പ്രസിഡന്റുമാരുടെ അടുത്ത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടില് ഓഫീസിൽ പോകാൻ സാധിക്കുന്നു. 4 ഗവർണർമാര് കോളേജിൽ കൊണ്ടുവരാൻ സാധിച്ചു രാമപുരത്തായിരുന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ഗവർണർ കൊടുത്ത് ഒരാഴ്ച രാജ്ഭവനിൽ താമസിക്കാനുള്ള മാറ്റമുണ്ടായി. നിരവധി കേന്ദ്രമന്ത്രിമാരെ കാണാൻ സാധിച്ചു, സംസ്ഥാന മന്ത്രിമാരെ കൊണ്ടുവരാൻ സാധിച്ചു, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻമാരെ കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊക്കെ എംപിമാരുടെയും കാണാൻ നിരവധി. നമ്മുടെ രാമപുരം കോളേജിന്റെ ഡോക്യുമെന്റ് ചെയ്തതാണ് അല്ലെ? സാറ് റിട്ടയർ ആയപ്പോ കോളേജിന്റെ അല്ല ചെയ്തത്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സാർ ഈ അവസരത്തിൽ? ഇതെല്ലാം ഒരു ദൈവനിയോഗം, ദൈവത്തിന്റെ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. കോളേജ് ചെയർമാൻ രാജ് സാർ എന്നെ ഇവിടെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നു. ഇത് ഞാൻ ആദ്യം കാണുന്ന ആളാണ്. അങ്ങനെയാണ് എന്നെ നിയമിച്ചത്. അതൊക്കെ ദൈവനിയോഗം. അത് എനിക്ക് എന്നെ കണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു. ഏതൊക്കെയാലും അറിയാം, ഇതൊക്കെ ഒരു നിമിത്തമാണ്. അതെ, ഞങ്ങൾ 3 ഒരുമിച്ച് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതും ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. അതെ, ഇനിയും ഇവർക്ക് മുന്നേറാനാകും. എന്നോട് പലരും പറഞ്ഞു, ഈ മാധ്യമ പ്രവർത്തനമൊക്കെ തുടങ്ങിയപ്പോൾ പലരും വിമർശിക്കുകയുണ്ടായി. അതുപോലെ നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിമർശിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷെ ആ വിമർശനം നോക്കിയല്ല, നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ നമുക്കും ഉണ്ടാകും.
നല്ല രീതിയിൽ ഇവർക്ക് ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ. ഈ കോളേജിന്റെ യശസ് ഉയർത്തി അങ്ങനെ നല്ല രീതിയിൽ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്, നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് ഈ കോളേജിനെ നയിക്കാൻ പ്രിൻസിപ്പലിന് രാജീവ് മാവുങ്കൽ സാറിനും അനൂപ് സാറിനോടും ദിലീപ് സാറിനോടും ഒപ്പം ഇവർക്കും ജോസഫ് സാറിനും അതുപോലെ തന്നെ ഷാജി സാറിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. ഇപ്പോൾ എന്നോടൊപ്പം ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജന മേഡമാണ് ചേരുന്നത്. സ്വാഗതം. എങ്ങനെ വിലയിരുത്തുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളെ? ഒറ്റനോട്ടത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? സർ, നമുക്കിപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തനം വിലയിരുത്തുകയാണെങ്കിൽ നമുക്കതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ IEEE സൊസൈറ്റീസിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മുടെ കോളേജിൽ ഏകദേശം ഒരു 8ഓളം സ്റ്റുഡൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. പല സൊസൈറ്റീസായിട്ട് നമുക്ക് കോളേജിൽ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളൊരു റോബോട്ടിക്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെ, നമ്മുടെ അത് IEEE പ്രവർത്തനങ്ങൾ കൂടുതലും നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്ത് നടത്തുന്നുണ്ടെങ്കിലും കോളേജിലെ മുഴുവൻ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമ്മൾ 2 ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളോടനുബന്ധിച്ച്. അതുപോലെ തന്നെ വിവിധ കുട്ടികളുടെ പ്രോജക്റ്റുകളായാലും അതുപോലെ തന്നെ വിവിധ ആക്ടിവിറ്റീസ് നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടത്തുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് പല ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഫണ്ടിങ്ങുകളും നമുക്ക് പല രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുതിയ അധ്യയന വർഷം അക്കാദമിക് ഇയർ തുടങ്ങിക്കഴിഞ്ഞല്ലോ. എന്തായിരിക്കും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ? സർ, നമുക്ക് ഇപ്പോൾ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കൊരു റോബോട്ടിക് സൊസൈറ്റി പുതിയതായിട്ട് നമ്മളിപ്പം IEEE മെയിൻ ഫോക്കസ് ചെയ്ത് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്കൊരു പുതിയ ചാപ്റ്റർ വരികയാണ്. അത് സംബന്ധിച്ച് നമ്മൾ പുതിയൊരു പല ആക്ടിവിറ്റീസും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം IEEE മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് IEDC ഉണ്ട്. നമുക്ക് IEDCയുടെ അണ്ടറിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കുട്ടികളെ ഇതായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റോബോട്ടിക് ക്ലബ്ബ് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിലുണ്ട്. അപ്പോൾ ആ റോബോട്ടിക് ക്ലബ്ബ് ബേസ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒരു അധ്യയന വർഷത്തിലേക്കുള്ളത് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാനുള്ള ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമുക്കറിയാം അക്ഷരനഗരിയിലെ ഏറ്റവും ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. അവിടെ നിങ്ങോട്ട് ധാരാളം കോളേജുകളുണ്ട്, പല സെക്ഷൻ തിരിച്ചുള്ള കോളേജുകളുമുണ്ട്. അപ്പം ഒരു കോളേജുകളിലെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് എടുത്തു പറയേണ്ടത്ര ഒരു സ്പെഷ്യാലിറ്റി, അതായത് മറ്റ് കലാലയങ്ങളെ അപേക്ഷിച്ച് ഒരു എന്തെങ്കിലും ഒരു ടിപ്പിക്കൽ സ്പെഷ്യാലിറ്റി ഇവിടെ കാണാൻ പറ്റുമോ? അത് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മളുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്കാദമിക് എന്നൊരു വിഭാഗം വളരെ ക്വാളിറ്റി ഉള്ളതും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരാണ്. അത് മറ്റ് ഒരു കോളേജിനെ പോലെ തന്നെ മറ്റ് മികച്ച കോളേജുകളെ പോലെ തന്നെ നമ്മളുടെ അധ്യാപകരെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വളരെ സീനിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ആകർഷണം. അതുപോലെ തന്നെ നമ്മൾ അക്കാഡമിക് ലെവലിലുള്ള പെർഫോമൻസ് നമ്മൾ ഹൈയിൽ നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതർ നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നത്, ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതിനായി തന്നെ നമ്മൾ ഒരുപാട് കരിക്കുലർ കോഴ്സിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ അങ്ങനെ നമ്മൾ അതിലേക്കാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗിൽ കൂടുതൽ ആഡ് ഓൺ കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നൂതനമായ ശൈലിക്ക് അവസരമൊരുക്കുവാൻ വിസാറ്റിന് വഴികാട്ടാൻ സാധിക്കും. തീർച്ചയായിട്ടും. നമുക്കറിയാം ഇന്ന് കേരളത്തിലൊട്ടാകെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു സാധാരണ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് ഓരോ കുട്ടികളും മറ്റുള്ള കുട്ടികളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ ആ രീതിയിലാണ് കുട്ടികളെ വാർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ബ്രാഞ്ചിനും ഇപ്പോൾ നമുക്കിവിടെയുള്ള ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഓരോരോ കോഴ്സുകൾ നമ്മൾ ആഡ് ഓൺ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമുക്ക് ഇപ്പം ഇൻഡസ്ട്രി ഡിമാൻഡ് ഉള്ളതും അതേപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഒരു പ്രിഫറൻസും അതിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രിഫറൻസ് കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലാണ് കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. അത് വളരെ അംഗീകൃതമായിട്ടുള്ള ഒരു ഏജൻസി മുഖാന്തരമാണ് നമ്മൾ ഈ കോഴ്സുകൾ സംഘടിപ്പിക്കുന്നതും അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നോട് പറയുകയുണ്ടായി, കുട്ടികളുടെ അഭിരുചിക്കൊത്ത കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ അതെ, അത് അവർ ശ്രദ്ധിക്കണം അതെ, അല്ലേ? അത് ഒരു ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മളിപ്പോൾ ഒരു അതിന് ബാക്കി കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാൻ പഠിക്കുന്ന ഒരു കുട്ടി പോയി ഡോക്ടറാകാൻ ചേർന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. എങ്കിലും കുട്ടികൾക്ക് അതിൻ്റെതായ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. പണ്ടൊക്കെ മലയാള മനോരമയിൽ VS വാര്യര് ഒരു ലേഖനമുണ്ടായിരുന്നു, എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മേഡം ഇപ്പൊ എന്നോട് പറയുകയുണ്ടായി, ഇപ്പം മേഡം എന്നോട് സംസാരിച്ചത് വഴിയായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മേഡത്തിൽ നിന്ന് പഠിക്കാനായി. പക്ഷേ ഇതിപ്പോ കുട്ടികൾ, അതായത് ഇന്നിന്റെ കാലഘട്ടത്ത് സോഷ്യൽ മീഡിയയിലും അതിലുമൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ അവർ തന്നെ പുറകെ പോകാതെ ഇതൊന്നും മനസ്സിലാക്കാൻ സമയമില്ലാതിരിക്കുന്ന കുട്ടികളുമുണ്ട്, ഇതൊന്നും അറിയത്തില്ലാത്ത കുട്ടികളുണ്ട്. അതിനാണ് മീഡിയയുടെ പ്രാധാന്യം. മീഡിയയിൽ കൂടെ അപ്പോൾ ഇത് എന്നോട് സംസാരിക്കുന്നത് വഴി, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വഴി ഇത് ധാരാളം ആളുകളിലേക്ക് ചെന്നെത്തും. അവരോടൊക്കെ ഈ എഞ്ചിനീയറിംഗിന്റെ ഈ കൺസേൺ, അതായത് മിസ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ മേഖലയെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളോ അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ അഡ്മിഷൻ സംബന്ധമായിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ അഭിമുഖീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികളും അവരുടെ ചിന്താഗതികളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊരു കോഴ്സ് പഠിക്കുന്നതിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പുറമേ ഉള്ള പലരുടെയും അഭിപ്രായങ്ങൾ മാനിക്കാതെ സ്വന്തം അഭിരുചി എന്താണോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യം എന്താണോ അത് മുൻനിർത്തി അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക. അതിൻ്റെ ജോലി സാധ്യതകൾ, അത് പഠിച്ചതിന് ശേഷമുള്ള തൊഴിൽ സാധ്യതകളും കൂടി നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. നമ്മളുടെ തീർച്ചയായിട്ടും ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം എന്നതിനോടൊപ്പം തന്നെ അത് പഠിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കൂടി നമ്മൾ വിലയിരുത്തിയതിന് ശേഷം വേണം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാനും അത് തുടർന്ന് പഠിക്കാനും. അപ്പോൾ ഏതൊരു കുട്ടിയും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് ആയിരിക്കണം ആദ്യം ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, വിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ അറിവുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാനിക്കാം. അതെല്ലാം ഉപദേശങ്ങൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഇപ്പൊ തന്നെ 24 ചാനൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞു, എന്റെ മൊബൈലിൽ കൂടി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു. ഒത്തിരിയേറെ അവസരങ്ങൾ, അതായത് ഓപ്പർച്യൂണിറ്റീസ് ആർ ലിമിറ്റഡ് അല്ലെ? ഒത്തിരിയേറെ അവസരങ്ങൾ, അതായത് പുറത്തു പോകേണ്ട കുട്ടികൾക്ക്, വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 24 തന്നെ അവസരം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ തങ്കമേടത്തിൽ തന്നെ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത അല്ലെ, അവർ കൊടുക്കുകയാണ്. അവര് ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക്, അതായത് ഇന്നത്തെ സാഹചര്യം, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഓർക്കുകയാണ്, പലയിടത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, കാരണം പിള്ളേർ ഈ മൊബൈലിലൊക്കെ പോയി വഴി തെറ്റുമ്പോൾ പലയിടത്ത് പ്രസംഗിക്കാൻ ചെന്നാലും ഞാൻ ആദ്യം പറയുന്നത് എന്താണ്, ഒരു ലാൻഡ് ഫോൺ കിട്ടാൻ വേണ്ടി നേർച്ചയിടുന്ന കാലമുണ്ടായിരുന്നു. ആ കാലം മാറി. ഇന്ന് കുട്ടികൾ കുഞ്ഞു പിറന്നു വീഴുന്നത് ലാപ്ടോപ്പും മൊബൈലും അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെന്റ്സുകളും ഒക്കെ കണ്ടുകൊണ്ടാണ് അവർ നാളെ നശിച്ചു പോവുകയാണ്. അപ്പോൾ പക്ഷേ അതിനനുസരിച്ച് ടെക്നോളജി വളർന്നു. ആ ടെക്നോളജിയെ നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് അഭിവൃദ്ധിപ്പെടാം. പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ അവർ പുറകോട്ട് പോകും. അപ്പൊ ഈ അവസരത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ പ്രിൻസിപ്പൾ തന്നെ എന്നോട് പറഞ്ഞു, ഇന്നിന്റെ സാഹചര്യത്തിൽ എന്തും പഠിക്കുവാനുള്ള സൗകര്യമുണ്ട്. പ്രിൻസിപ്പൾ എന്തോ പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞു, ഈ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ പണ്ട് കാലത്ത് അതില്ല. ഒരു ഡോക്ടറാകാൻ പഠിക്കുന്നവർക്ക് മാത്രമേ ആ കോഴ്സ് പഠിക്കാവുള്ളൂ. ഇന്ന് കാലം മാറി. അപ്പം വളരാനും അഭിവൃദ്ധിപ്പെടാനും ഒക്കെ നല്ല അവസരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ സ്വയം തെരഞ്ഞെടുത്ത് വിനിയോഗിക്കുക എന്നതല്ലേ ഉള്ളൂ. അതെ, തീർച്ചയായും സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പം സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു. നമുക്ക് മൊബൈലും ലാപ്ടോപ്പും അതുപോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ പരിചയമാണ്. അത് നമ്മൾ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം കാണുന്നതിനോടൊപ്പം തന്നെ അതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. അതിനെ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പണ്ടൊരു ജനറേഷൻ ഇല്ലാതിരുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ അതിനെ കരുതാം. അപ്പോൾ അത് നല്ല രീതിക്ക് മുന്നോട്ട് ഉപയോഗിച്ച് അതിൻ്റെ സാധ്യതകളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തി നല്ലൊരു ജനറേഷൻ ഇനി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജന മേഡമാണ് എന്നോട് ചേർന്ന് പ്രതികരിച്ചത്.
മാഡം വിശദീകരിച്ചത് എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ തൊഴിൽ സാധ്യതകൾ, അതായത് എങ്ങനെ ആഡ് ഓൺ കോഴ്സുകൾ ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടുത്തി കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് അഭിവൃദ്ധിപ്പെടുവാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഒതുക്കി കൊടുക്കാം, അല്ലെ എങ്ങനെ അവലംബിക്കാം എന്നൊക്കെയാണ് മിസ് നമ്മോട് പ്രതികരിച്ചത്. അതുകൂടാതെ തന്നെ മിസ് പറയുകയുണ്ടായി, ഒരു അഭിരുചിക്കൊത്ത, അത് ഈ ഞാൻ സംസാരിച്ച എല്ലാവരും അത് തന്നെയാണ് പറയുകയുണ്ടായി, അഭിരുചിക്കൊത്ത കോഴ്സ് തിരഞ്ഞെടുക്കുക, അതിനോടൊപ്പം സഞ്ചരിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെ വിസാറ്റിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന, എഞ്ചിനീയറിംഗ് രംഗത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നല്ല നിലയിലെത്തുമ്പോൾ അഞ്ജന മിസ്സിന്റെ സഹപ്രവർത്തകർക്കും ഉണ്ടാകുന്ന സന്തോഷം വലുതാകട്ടെ. അങ്ങനെ ഈ അക്കാദമിക് ഇയറിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. കളരിയും യോഗയും മാത്രമല്ല, നമ്മുടെ ക്യാമ്പസിൽ ഇതുമുണ്ട്, ഏത് ഡാൻസുമുണ്ട്. നമുക്കറിയാം നേഴ്സിംഗ് കോളേജിലും അതുപോലെ തന്നെ മറ്റു കോളേജുകളിലും ഒഴിച്ചുകൂടാനാവാത്ത, പ്രത്യേകിച്ച് വനിതകളുള്ള കോളേജുകളിൽ ഒഴിച്ചുകൂടാത്ത ഒരു ഇനമാണ് ഡാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഡാൻസ് ഈ വിസാറ്റ് കോളേജിൽ ഡാൻസ് പരിശീലിപ്പിക്കുന്നവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? എൻ്റെ പേര് ഷീന ഭാസ്കർ. ഇത് ഷീജ ഭാസ്കർ, എൻ്റെ ട്വിൻ സിസ്റ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചേഴ്സാണ്. മാത്സിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കലയെയും കൂടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. തിരുവാതിര, അങ്ങനെ ആർട്സ് ഫെസ്റ്റിവലിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കോമ്പറ്റീഷൻസിന് കുട്ടികളെ പങ്കെടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് സപ്പോർട്ടായി നിന്നാൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലും കുട്ടികൾ ഏറ്റവും മിടുക്കരാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിശ്വാസം. മാത്സ് മാത്രം പോരാ, കലയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾ മുൻപോട്ട് വരികയുള്ളൂ. മാത്സ് ഒരു എളുപ്പമുള്ള സബ്ജക്റ്റ് ആക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ടും കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ചിലർ പറയും, ഈ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് ഭയങ്കര കട്ടിയുള്ള സിലബസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ കുറച്ച് പേര് പറയും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യണം, അപ്പം വയലിനോ ഗിത്താറോ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിക്കണം. ചിലർക്കൊക്കെ, എല്ലാവർക്കും ഇല്ല. അങ്ങനെയാണോ ഡാൻസ് ഒക്കെ പഠിച്ചത്? അതെ, ആദ്യമായിട്ട് ഡാൻസ്, മാത്സ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് എന്തെങ്കിലും എളുപ്പമുള്ള ഒരു മാർഗത്തിലൂടെ അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ച് തമാശകളൊക്കെ പറയും. അതിൻ്റെ കൂട്ടത്തിൽ കലയുടെ ആ വഴിയിലൂടെ കൂടെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ മാത്സ് നന്നായി പഠിക്കും. അത് നല്ലൊരു വഴിയാണെന്ന് തോന്നിയതും കൂടെ കൊണ്ട് നമ്മളത് ചെയ്തത്. അവസാനമായി ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. മാത്സ് പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം, ഡാൻസ് പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഒരുപോലെ, രണ്ടും മാത്സും എന്റെ ചോദ്യത്തിന് കണിഷ്ഠമായ മറുപടി ഒന്നാണ്, ആലോചിച്ച് പറഞ്ഞാണ്. അല്ലല്ല, അത് ഉറപ്പായ കാര്യമാണ്. മാത്സ് പഠിക്കുന്ന കുട്ടി കലയും കൂടെ ഉണ്ടെങ്കിൽ മാത്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നേരെ മറിച്ച് വല്ല ഈ സോഷ്യോളജി ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുകയല്ല. എനിക്കറിയാം. എന്തായി ആയിക്കോട്ടെ, സന്തോഷം. വിശേഷകം പങ്കുവച്ചതിന് സന്തോഷം. ഇതാണ് വിസാറ്റിന്റെ യഥാർത്ഥമായ ഒരു മുഖം എന്ന് പറയുന്നത്. അതെ, ഇവിടെ നമുക്കറിയാം ഈ വിസാറ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രിൻസിപ്പൽ, അധ്യാപകര്, അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നൊക്കെ നാം കേട്ട് കഴിഞ്ഞു. ഇനിയും വിസാറ്റ് മുന്നോട്ട് കുതിക്കട്ടെ. ഇതോടുകൂടി ഈ ഡോക്യുമെന്ററി ഇവിടെ പൂർണ്ണമാകും.